വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തർബിയ മീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡിൽ ഇന്ന് റിപ്പബ്ലിക് ദിനമാണല്ലോ. എല്ലാ എൻ്റെ ശ്രോതാക്കൾക്കും റിപ്പബ്ലിക് ദിനാശംസകൾ നേരുകയാണ്. ഇന്ത്യ ഇന്ന് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുമ്പോൾ ഇന്ത്യ ഒരു പരമോന്നത റിപ്പബ്ലിക് രാജ്യമായതിൻ്റെ ഓർമ്മ ദിനമാണ് റിപ്പബ്ലിക് എന്ന് പറയുന്നത്. ഇന്ത്യ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും മോചിതമായി ഒരു പരമോന്നത രാജ്യമായതിൻ്റെ ഓർമ്മക്കായി ജനുവരി 26 ആഘോഷിക്കുന്നതിനെയാണ് റിപ്പബ്ലിക് ദിനമെന്നറിയപ്പെടുന്നത്. ജനക്ഷേമ രാഷ്ട്രം എന്നാണ് റിപ്പബ്ലിക് എന്ന വാക്കിനർത്ഥം. ഇന്ത്യയിലെ ദേശീയ അവധി ദിവസങ്ങളിൽ ഒന്നാണല്ലോ ജനുവരി 26, അതായത് ഇന്നത്തെ ദിവസം. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചെങ്കിലും ഇന്ത്യയുടെ പരമോന്നത ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26-നാണ്. 1947 മുതൽ 1950 വരെയുള്ള കൈമാറ്റ കാലയളവിൽ ജോർജ് നാലാമനായിരുന്നു ഇന്ത്യയുടെ ഭരണതലവൻ. ആ കാലഘട്ടത്തിലെ ഗവർണർ ജനറൽ സി രാജഗോപാലാചാരി ആയിരുന്നു. 1950 ജനുവരി 26-ന് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഈ ദിവസത്തിൻ്റെ പ്രാധാന്യം നിലനിർത്താൻ എല്ലാ വർഷവും ഇന്ത്യയുടെ തലസ്ഥാനമായ ന്യൂഡൽഹിയിൽ വൻ സൈനിക പരേഡുകളും സാംസ്കാരിക പരിപാടികളും നടത്തപ്പെടുന്നു. സൈനിക പരേഡ് രാഷ്ട്രപതി ഭവനിൽ തുടങ്ങി രാജ്പഥിൽ കൂടി ചരിത്ര പ്രസിദ്ധമായ ചെങ്കോട്ടയിൽ നിന്ന് ചെന്ന് ചേർന്ന് അവസാനിക്കുന്നു. ഇന്ത്യയുടെ 3 സേനകളായ കരസേന, നാവികസേന, വ്യോമസേന എന്നിവരുടെ സൈനികർ അവരുടെ മുഴുവൻ ഔദ്യോഗിക വേഷത്തിൽ ഈ ദിവസം പരേഡ് നടത്തുന്നു. ഇന്ത്യൻ സൈന്യത്തിൻ്റെ പരമോന്നത നേതാവായ രാഷ്ട്രപതി ഈ സമയം ഇതിൻ്റെ സല്യൂട്ട് സ്വീകരിക്കുന്നു. ഇതുകൂടാതെ ഇന്ത്യയുടെ സാംസ്കാരിക വൈവിധ്യം കാണിക്കുന്ന ഒരുപാട് കാഴ്ചകളും ഈ പരേഡിൽ പ്രദർശിപ്പിക്കപ്പെടുന്നു. കൂടാതെ ഇന്ത്യൻ വ്യോമസേനയുടെ വിമാന സൈനിക പ്രദർശനങ്ങളും ഈ ദിവസം നടക്കുന്നു. ഡൽഹി കൂടാതെ എല്ലാ തലസ്ഥാനങ്ങളിലും അതാത് സംസ്ഥാനത്തെ ഗവർണർമാർ പതാക ഉയർത്തുകയും ചെയ്യുന്നു. എല്ലാ റിപ്പബ്ലിക് ദിവസത്തിലും മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ഓരോ പ്രധാന വ്യക്തികൾ ഡൽഹിയിൽ നടക്കുന്ന പരേഡിൽ അതിഥികളായി എത്താറുണ്ട്. റിപ്പബ്ലിക് ദിനത്തിൻ്റെ ചരിത്രങ്ങളുടെ പിന്നാമ്പുറങ്ങളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. 1947 ഓഗസ്റ്റ് 15 ബ്രിട്ടീഷുകാരിൽ നിന്നും ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയിരുന്നുവെങ്കിലും സ്വന്തമായൊരു ഭരണഘടന ഇന്ത്യക്ക് ആ സമയം ഉണ്ടായിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഒരു രാജ്യത്തിൻ്റെ നടത്തിപ്പിനും നിയമനിർമ്മാണങ്ങൾക്കും ഒക്കെയായി ഒരു ഭരണഘടന വേണ്ടതിൻ്റെ ആവശ്യകതയെ തുടർന്ന് 1947 ഓഗസ്റ്റ് 29 ഭരണഘടനാ നിർമ്മാണത്തിനുള്ള കരട് കമ്മിറ്റിയെ തിരഞ്ഞെടുത്തു. ഡോക്ടർ BR അംബേദ്കറുടെ നേതൃത്വത്തിലാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കപ്പെട്ടത്. പിന്നീട് വെറും 141 ദിവസം കൊണ്ട് ആ ഭരണഘടനയുടെ ആദ്യ രൂപം തയ്യാറാവുകയും 1950 ജനുവരി 26-ന് ഭരണഘടന നിലവിൽ വരികയും ചെയ്തു. ഇന്ന് ലോകത്തുള്ളതിൽ എഴുതി തയ്യാറാക്കിയ ഏറ്റവും വലിയ ഭരണഘടന നമ്മുടെ രാജ്യത്തിൻ്റെതാണെന്ന് നമുക്ക് അഭിമാനിക്കാം. സാന്ദർഭിക സാഹചര്യത്തിൽ ഇന്ത്യക്ക് സ്വന്തമായുള്ള ഭരണഘടന ചുവറ്റുകൊട്ടയിലെറിഞ്ഞ് ഫാസിസ്റ്റ് ഭീകരതയുടെ കാവ്യവൽക്കരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് ഖേദകരമായി നമുക്ക് ഓർത്തെടുക്കാം. അനർഹരുടെ കയ്യിൽ ഭരണചക്രം ലഭിച്ചപ്പോൾ സുന്ദരമായ ഇന്ത്യയുടെ മതേതര ഭരണഘടന കടലാസിൽ മാത്രമായി ഒതുങ്ങി. അതിവിദൂരമല്ലാത്ത ഭാവിയിൽ കടലാസിൽ നിന്ന് പോലും ഈ ഭരണഘടന നിയമങ്ങൾ മാറ്റി തിരുത്തലുകൾക്ക് വിധേയമാക്കാം. ലോകത്തെ ഏറ്റവും ഉത്കൃഷ്ടമായ ഭരണഘടന അതുപോലെ നിലനിൽക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. മതേതര ഇന്ത്യ സർവമത സാഹോദര്യങ്ങളുടെ സ്നേഹത്തിൻ്റെ സമർപ്പണത്തിൻ്റെ ഭാരതമാകുമെന്ന് നമുക്ക് ഓരോരുത്തർക്കും ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിക്കാം. സാധ്യതകൾ അതിവിദൂരമാണെന്ന് നമുക്കറിയാമെങ്കിലും ഈ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രാജ്യത്തിൻ്റെ കെട്ടുറപ്പ് നിലനിർത്തി മതസൗഹാർദ്ദത്തോടുകൂടി നാനാത്വത്തിൽ ഏകത്വത്തോടുകൂടി ഇവിടെ ജീവിച്ച് ഈ മണ്ണിൽ തന്നെ മരിക്കാൻ അല്ലാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ എന്ന് ഈ സമയത്ത് ഉണർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.